വാണിജ്യ സിലിണ്ടറുകളുടെ വില വർധനവ് കാറ്ററിംഗ് മേഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച ആഘോഷ പരിപാടികൾ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണെന്ന് കാറ്ററിംഗ് അസോസിയേഷൻ മേഖലയിലെ പ്രതിനിധികൾ പറഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രശസ്തമായ ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കാറ്ററിംഗ് സ്ഥാപനമാണ് ആതിര കാറ്ററിംഗ് സ്ഥാപനം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിൽ ഇന്ധന ക്ഷാമത്തെ തുടർന്ന് അവര് ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില കൂട്ടിയിരിക്കുകയാണ്. പ്രശാന്ത്, നിങ്ങളിപ്പോൾ ഒരു കെണിയിൽ വീണ പോലാണ്. എന്താണ് അത് ഈ ഇന്ധനക്ഷാമം കൊണ്ട്? ഹോട്ടലുകളും മറ്റു സ്ഥാപനങ്ങളും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് അതാത് ദിവസത്തെ വില നിശ്ചയിക്കാൻ സാധിക്കുന്നതുകൊണ്ട് വില കൂട്ടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ, പക്ഷേ കേറ്ററിംഗ് സമൂഹം തികച്ചും അത് സാറ് പറഞ്ഞവന്റെ അക്ഷരാർത്ഥത്തിൽ അതൊരു വലിയ പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. കാരണം 6-7 മാസം മുമ്പ് എടുക്കുന്ന ഓർഡറുകളാണ് നമുക്ക്. ഇനി അത് ഗ്യാസിന്റെ വിലവർധന ഉണ്ടായില്ല, ഗ്യാസിന്റെ ലഭ്യതക്കുറവ് കാരണം കൂടുതൽ വില കൊടുത്ത് ഗ്യാസ് വാങ്ങിക്കേണ്ട അവസ്ഥയുണ്ടായെന്നൊന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഗ്യാസ് ലഭിക്കാത്തത് കൊണ്ട് വിറകിന് വില കൂടി എന്നൊന്നും പറഞ്ഞ് നമുക്ക് വില കൂട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കസ്റ്റമറോട് പിന്നീട് നമുക്ക് മാറ്റി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ചില കസ്റ്റമറെങ്കിലും അറിഞ്ഞു കണ്ട് പെരുമാറുന്നവരുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പം പ്രശ്നം അതിന്റെ ഇടയ്ക്ക് റേറ്റ് കൂട്ടിയെന്ന് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് സാർ. നമ്മൾ ഏറ്റെടുക്കുന്ന വർക്കുകൾ യാതൊരു കാരണവശാലും നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല എന്നോ വിലവർധന കൊണ്ട് നമുക്ക് നഷ്ടമാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ എല്ലാം കേരള വിഷൻ പ്രഷറിൽ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പൊ എല്ലാം വിറകെടുപ്പാണ്. എങ്ങനെയാണ് അപ്പൊ അത് വിറകിന്റെയും വില കൂടുതലല്ലയോ? ഏതാണ്ട് 1 കിലോയ്ക്ക് 10 രൂപയ്ക്ക് അടുപ്പിച്ച് വിലയാണെന്നാണ് വിറകിന് അറിയാൻ സാധിക്കുന്നത്. അപ്പം അതും വലിയ കടുത്ത പ്രതിസന്ധി. അതുപോലെ തന്നെ നമ്മുടെ ജോലിക്കാര് ബഹുഭൂരിപക്ഷം ആളുകളും നമുക്ക് ഈ ഗ്യാസിൽ പാചകം ചെയ്ത് നൈപുണ്യമുള്ള ആളുകളൊക്കെയാണ്. അവരെയൊക്കെ കിച്ചണിൽ വിറകിലേക്കൊക്കെ മാറുമ്പം അതും വലിയൊരു പ്രതിസന്ധിയായിട്ട് അത് മാറുന്നുണ്ട്. ഇപ്പോൾ പ്രശാന്തിന്റെ കൂടെ തന്നെ 50-ലധികം ജോലിക്കാരുണ്ട്. പിന്നെ പരോക്ഷമായിട്ട് തന്നെ സമൂഹത്തിനൊപ്പം തന്നെ ചെറുകിട കച്ചക്കാർ, വൻകിട കച്ചക്കാർ, അങ്ങനെ എല്ലാവർക്കും ഒരു മേഖലയായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ അവരുടെയൊക്കെ നിലനിൽപ്പ് പെട്ടെന്ന് ഈ ഗ്യാസിൽ നമ്മൾ പണിക്കാരെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് അവർക്കുള്ള ശമ്പളം, മറ്റു ദൈനംദിന കാര്യങ്ങളൊക്കെ? സാറേ, ശരിക്കും പറഞ്ഞാൽ ഈ സംസ്ഥാനത്താകമാനം കേറ്ററിംഗ് മേഖലയിൽ തന്നെ ചെറുതും വലുതുമായിട്ട് ഒരു 10,000 കേറ്ററിംഗ് സ്ഥാപനങ്ങളെങ്കിലും ഭക്ഷണം വിതരണം ചെയ്ത് വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഞാൻ പ്രദാനം ചെയ്യുന്ന മേഖല ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷൻ. അതിനകത്ത് 2500 പരം മെമ്പർമാര് ഞങ്ങളുടെ സംഘടനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു 2 ഇരട്ടി ആളുകൾ, സംഘടനയിലേക്ക് വരാത്ത ആളുകൾ, ഇത് ഉപജീവനമാർഗമായി ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അവരെ ഒരു സ്ഥാപനത്തിൽ കുറഞ്ഞത് ഒരു 25 ജോലിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു വിവാഹം അടക്കമുള്ള ചടങ്ങുകൾക്ക് ഭംഗിയായിട്ട് പാചകം ചെയ്ത് വിളമ്പി നൽകാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഏതാണ്ട് ഒരു 2-2.5 ലക്ഷം ആളുകൾക്ക് മുകളിൽ പരോക്ഷമായിട്ടും അത് പ്രത്യക്ഷമായിട്ടും, അതുപോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ബാക്കി അവരുടെ കുടുംബങ്ങളുമായിട്ട് വലിയൊരു ജനസമൂഹം ഇത് ഉപജീവന മാർഗമാക്കി ജീവിച്ചു പോകുന്നുണ്ട്. കുടുംബങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്. എല്ലാവരെയും കടുത്ത പ്രതിസന്ധിയിലാണ്. പക്ഷേ നമ്മളോടൊപ്പം നിൽക്കുന്നവരെ നമുക്ക് വർക്കിന് സ്ഥിരമായിട്ട് ആവശ്യമുള്ളത് കാരണം നമുക്ക് ഒരിക്കലും അവരെ ഇത്രയും നാൾ കൂടുന്നവരെ പറഞ്ഞു വിടുവാനോ സദ്യ വേണ്ട എന്ന് വെക്കുവാനോ ചെയ്യാതിരിക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. 2018 മഹാപ്രളയ കാലത്തും തുടർന്ന് കോവിഡ് കാലത്തും ഈ സമൂഹത്തോടൊപ്പം സർക്കാരിനോടൊപ്പം ചേർന്ന് ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ മേഖലയുടെ നിലനിൽപ്പിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് എന്താണ് പറയാനുള്ളത്? സാർ, അത് ഒന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രളയകാലത്ത് നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ ബേസ് ക്യാമ്പ് ആയിക്കൊണ്ട് 10,000-ങ്ങൾക്ക് ഏതാണ്ട് ഒരാഴ്ചക്കാലം നമ്മൾ ഭക്ഷണം വിതരണം ചെയ്തു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സർക്കാർ പരിപാടികൾക്കൊക്കെ ഞങ്ങളുടെ സംഘടന ബേസിലാണ്. ഇതിലെല്ലാം ഉപരിയായിരുന്നു അറിയേണ്ട ഒരു കാര്യം, പൊതുസമൂഹവും മാധ്യമങ്ങളും എല്ലാം അറിയേണ്ട ഒരു കാര്യം, ഞങ്ങൾ വയനാട്ടിൽ ചെയ്ത ഒരു വലിയ പ്രവർത്തനം. ആ വയനാട് ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ അന്നൊരു സമരം പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലത്തെ പോലെ തന്നെ അന്ന് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിന്റെ സംസ്ഥാന വ്യാപകമായി സമരം പ്രഖ്യാപിച്ചിരുന്നു. അതൊരു സംഭവമാണ് സാർ. കാരണം ഓരോ സംസ്ഥാനം, എനിക്കന്ന് ചുമതല ഉണ്ടായിരുന്നു, സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എനിക്ക് ചുമതല ഉണ്ടായിരുന്നത് തൃശ്ശൂരിലായിരുന്നു. ഞാൻ തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് വെളുപ്പിന് 5 മണിക്ക് ഞങ്ങളുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് ചന്ദ്രേട്ടന്റെ ഒരു ഫോൺ കോൾ വരുന്നത്. ഒരു വലിയ മണ്ണിടിച്ചിൽ നടന്നേക്കുന്നു, അപ്പം ഞങ്ങൾക്ക് ഇവിടെ സമരം നടത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ എല്ലാ ജില്ലാ തലങ്ങളിലും നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു, ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അതെല്ലാം നിർത്തിവെച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു സംഘം വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ആ ദുരന്ത ഭൂമിയിൽ ആദ്യമായി ഭക്ഷണവുമായി എത്തിയ സംഘടന ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ മേൽപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 10,000 സ്ക്വയർ ഫീറ്റ് ഒരു ടെന്റ് ഇട്ടുകൊണ്ട് ഏതാണ്ട് 1 മാസക്കാലം 4 നേരം അവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ 3000 ആളുകൾക്കാണ് 4 നേരം ഞങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തോട് അത്രയധികം ചേർന്ന് നിൽക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘടനയാണ് ഞങ്ങളുടേത്. ഗ്യാസ് ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കൾക്ക് സബ്സിഡി അനുവദിച്ചുകൊണ്ട്, അതുപോലെ കരിഞ്ചന്ത, നമുക്ക് പൂഴ്ത്തിവെപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ അടിയന്തരമായി സർക്കാരുകൾ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ 10,000-ങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം വന്നു ചേർന്നിട്ടുള്ളത്. അതെ, ഈ കഴിഞ്ഞ ദിവസത്തെ സമരത്തിന് കടയടപ്പ്
സമരത്തിന് റെസ്റ്റോറന്റ് അസോസിയേഷൻ പിന്തുണ കൊടുത്തായിരുന്നു? തീർച്ചയായിട്ടും ഞങ്ങൾ കലയെടുപ്പിനോടൊപ്പം ഞങ്ങളുടെ സംഘടന ആ സമരത്തിൽ പങ്കേറുന്നു. പ്രകടനത്തിനും പ്രതിഷേധത്തിനും ഉൾപ്പെടെ ഞങ്ങൾ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങളുടെ കിച്ചണുകൾ സംസ്ഥാന വ്യാപകമായി ഞങ്ങളുടെ കിച്ചണുകൾ അടച്ചിട്ടുകൊണ്ട് കരിദിനം ആചരിച്ചുകൊണ്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ മാർച്ചും ധർണയും, കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ മാർച്ചും ധർണയും ഇന്നലെ സംഘടിപ്പിച്ചിരുന്നു. ഇനിയും ഓർഡർ കിട്ടുകയാണെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ സംഘടന ആലോചിച്ച് എന്തെങ്കിലും തീരുമാനം എടുക്കുമോ? തീർച്ചയായിട്ടും അടുക്കളകളില്ലാത്ത ഒരു വീടുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സംസ്കാരമാണ് ഇന്ന് നാട്ടിൽ കാണുന്നത്. ബഹുഭൂരിപക്ഷം ആളുകളും ഭക്ഷണത്തിനായിട്ട് ഹോട്ടലുകളെയോ ആഘോഷങ്ങൾക്കായി ഇത് ഞങ്ങളെ പോലുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതിസന്ധികൾ മനസ്സിലാക്കി ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട നാട്ടുകാരോട് സമൂഹത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ ഏകദേശം ആയിരക്കണക്കിന് തൊഴിലാളികൾ പരോക്ഷമായും പ്രത്യക്ഷമായും നമ്മുടെ സമൂഹത്തെ സേവിക്കുന്ന ഒരു മേഖലയാണ് കേറ്ററിംഗ് അസോസിയേഷൻ. മറ്റുള്ള സ്ഥാപനങ്ങൾ വില കൂട്ടുമ്പോൾ അടിക്കടി ഇവർക്ക് വില കൂട്ടാൻ കഴിയത്തില്ല. ഇവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നാണ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രശാന്ത് ആതിര നമ്മളോട് പങ്കുവച്ചത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.